ഗൈസ്, ഇത് ഞാൻ വന്നിരിക്കണത് രണ്ട് സന്തോഷ വാർത്ത കൊണ്ടാണ്. രണ്ട് സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിട്ടായിരുന്നു ആയിണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം പറയണ്ട, ഇതിപ്പോൾ പറയണ്ട, നമുക്ക് മന്ത്ലി ഇൻകം കിട്ടി തുടങ്ങുന്ന ആ ടൈമൊക്കെ ആകുമ്പോൾ പറയാം. അപ്പൊ ഫസ്റ്റത്തെ പേയ്മെന്റ് എങ്ങനെയാവും അങ്ങനെയൊക്കെ പറയാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിതിങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വരെ എത്തിയത്. രണ്ടാമത്തെ കാര്യം, എന്റെ ഫോൺ റെഡി ആയി കിട്ടി. എന്റെ ഫോൺ ചത്തുപോയിരിക്കുന്നു, ഡിസ്പ്ലേ അടിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി വീഡിയോസ് റെഗുലറായി ഇടും. മറ്റേത് പറയുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ മാമൻ്റെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിയുടെ ഫോണിൽ നിന്നോ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് എന്റെ സന്തോഷ വാർത്ത. യൂട്യൂബ് ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവുമെന്ന് എനിക്ക് യാതൊരു ഇത് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഒരു കൊല്ലമായി ചാനൽ തുടങ്ങിയിട്ട്, പക്ഷെ വീഡിയോസ് ഇടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ഇപ്പൊ ഒരു 5 മാസമൊക്കെ ആയിട്ട് ഞാൻ അടുപ്പിച്ച വീഡിയോസ് ഇടുന്നുണ്ട്. അതിന് മുന്നേ വരെ ഇടക്ക് ഇടും ഇടക്ക് ഇടില്ല, അങ്ങനെയായിരുന്നു തോന്നുമ്പോ. അതായത് നമുക്ക് എന്താ ഒരു മടി, എനിക്ക് നല്ല മടിയായിരുന്നു. നല്ല മടി പറഞ്ഞാൽ നല്ല മടി, കുറെ പണിയെടുക്കണം, അങ്ങനെ എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ആലോചിച്ചിട്ട് നല്ല മടിയായിരുന്നു. ഇതിനു വേണ്ടി മെനക്കെടണ്ടേ, അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് നല്ല മടിയാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്നും ഡാൻസ് ഇടുന്നത്. പിന്നെ ഞാൻ ഇട്ട് വന്നപ്പോ എനിക്ക് കുറച്ച് റീച്ച് കിട്ടിയപ്പോ ഇടാനുള്ളൊരു ആക്രാന്ത് വന്നു. അങ്ങനെയാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. അപ്പം ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയില് കുഴപ്പമില്ലാണ്ട് പോണ്ട്. ഞാൻ പോട്ടെ, തുടങ്ങാൻ ആരെ ഇൻസ്പയർഡ് ആയ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കൂടി ഞാൻ ഇപ്പൊ ഇതിൽ പറയാം. യൂട്യൂബ് തുടങ്ങണം എന്ന് എൻ്റെ അമ്മയ്ക്കായിരുന്നു ഒരു ഇത്. എൻ്റെ അമ്മ പറയും, തുടങ്ങ് നിനക്കൊരു യൂട്യൂബ് തുടങ്ങിക്കോടെ, നീ റീൽസ് ഒക്കെ ഇടുന്നതല്ലേ, റീൽസ് ഒക്കെ ചെയ്യണതല്ലേ, അപ്പൊ നീ ഒരു യൂട്യൂബ് തുടങ്ങുന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ആ ടൈമില് എൻ്റെ കയ്യിൽ ഫോണില്ല, നല്ലൊരു ഫോൺ വേണം എന്നായിരുന്നു എൻ്റെ പ്രശ്നം. അങ്ങനെ ഇവരെ എനിക്ക് ഐഫോൺ വാങ്ങിയെന്നു. അതാണിത് വാങ്ങിയത്. അപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ റീച്ച് ഇല്ലാണ്ട് നമ്മൾ ഇട്ടിട്ട് കാര്യം ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ. ഞാനാണെങ്കിൽ മുൻകൂർ വിധി എഴുതും, ഇതെനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് നടക്കണ പരിപാടിയല്ല, എന്നെ കൊണ്ട് പറ്റണ പരിപാടിയില്ല, ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മയും മാമനും മേമയൊക്കെയാണ് പറഞ്ഞ ചാനൽ തുടങ്ങുന്നത്, നിനക്ക് ഫോൺ കിട്ടിയില്ല, ഇനി ചാനൽ തുടങ്ങുന്നു. അങ്ങനെ ഞാൻ വെറുതെ പേരിന് ചാനൽ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുമ്പോഴൊക്കെ വീഡിയോസ് ഇടുക. വെറുതെ ഒരു മാസത്തിൽ ചിലപ്പോൾ 2 വീഡിയോ ഇടും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ വീഡിയോ ഇടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടും. അങ്ങനെയൊക്കെ ടക്കമില്ലപ്പോഴൊരു ഇടും. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകും. അപ്പൊ അതൊക്കെ എടുത്ത് വ്ളോഗ് ഇടാം, അങ്ങനെ ഒരു മൈൻഡിലാണ് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞത്. നീ അതൊക്കെ ഇട്, നീ വീട്ടിലത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും, അതാകുമ്പോൾ ആൾക്കാർ കണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പൊ എനിക്ക് അതിനുള്ളൊരു കണ്ടന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ശരി കിട്ടും, പക്ഷെ എഡിറ്റ് അറിയുണ്ടായിരുന്നില്ല, തീരെ ക്ഷമയില്ല. അപ്പൊ അതിനൊക്കെ നല്ല ക്ഷമ വേണ്ടേ. അതുകൊണ്ട് ഞാനത് എഡിറ്റിംഗ് ഒന്നും വേണ്ട, എൻ്റെ അനിയനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ മേമയുടെ മോണ്ട്, അവന് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട്, അതായത് എൻ്റെ സ്വന്തം റീൽസുകളൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ ചെറുതായി ഐഫോൺ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ച് ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇടാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ മോണിറ്റൈസ്ഡ് ആവുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ, ഇപ്പൊ ലോങ് വീഡിയോ ആണെങ്കിൽ 4000 വാച്ച് അവർ, ഷോർട്ട് വീഡിയോ ആണെങ്കിൽ 10 മില്യൺ വ്യൂസ് വേണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായി നമുക്ക് മോണിറ്റൈസ്ഡ് ആവും. പിന്നെ മോണിറ്റൈസ്ഡ് ആയിട്ട് പൈസ കിട്ടണത്, മോണിറ്റൈസ്ഡ് ആവുമ്പോ നമുക്ക് പിന്നെ ഈ ആഡ്സ് വന്നു തുടങ്ങുമ്പോ അങ്ങനെ കുറച്ച് പൈസ കയറി ഈ US ഡോളറിലാവും എടുക്കണ്ടാവുക. അപ്പൊ അത് $100 ആയാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ ഒക്കെ പണിയുണ്ട്. അപ്പൊ ഞാൻ അത് എൻ്റെ ആവുമ്പോ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാണ്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ആക്കണേ, തന്നെ കയറി വരുന്നതാണ്. കുറെ പേര് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് വ്യൂസ് ഇല്ല, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കണവരുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസിൽ റെഗുലറായി ചെയ്തോണ്ടിരുന്നോ. കാരണം എനിക്ക് വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് 1000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. 1000 വ്യൂസ് ടക്ക് കിട്ടും, ചിലപ്പോ 600 800 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടണ്ട. അത് റീൽസ് എപ്പോഴും വീഡിയോസ് ഇട്ടിട്ടായിരിക്കണം. എനിക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ചാനൽ ഇപ്പൊ മോണിറ്റൈസ്ഡ് ആയിട്ട് നിൽക്കണേ. അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യണം.
എന്നാലാണ് നമുക്ക് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ഹാപ്പി എന്ന് വിചാരിക്കുന്നു, ഞാനും ഹാപ്പി. അപ്പം ഇത്രയുള്ള വീഡിയോ, ബൈ. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇതൊക്കെ ചെയ്തിട്ട് പോകണം.